ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇത് നമ്മൾ 6th സോഷ്യൽ സയൻസിലെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് ആണ് കേട്ടോ നോക്കുന്നത്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിൽ ടോട്ടൽ 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ കേരള ഹിസ്റ്ററിയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്കുള്ള ചാപ്റ്റർ നോക്കട്ടോ. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഒരു പഠനയാത്രയെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കാറ്റാടിക്കുന്ന് ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ ചരിത്രശേഷിപ്പുകൾ തേടി എന്ന പഠനയാത്രയുടെ ഭാഗമായി തൃശൂർ ജില്ലയിലെ കണ്ടാണശ്ശേരി, മുനിയാട്ടുകുന്ന്, കുടക്കല്ലുപറമ്പ് എന്നീ പ്രദേശങ്ങളും ശക്തൻ തമ്പുരാൻ മ്യൂസിയവും സന്ദർശിച്ചു. യാത്രയുടെ ഭാഗമായി ലഭിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി റിച്ചു തയ്യാറാക്കിയ യാത്രാനുഭവത്തിന്റെ ഭാഗം പരിചയപ്പെടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു കുട്ടി തയ്യാറാക്കിയ യാത്രാനുഭവത്തിൽ ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിരപ്പാർന്ന പ്രദേശത്ത് നിന്ന് കുന്നിൻ മുകളിലേക്ക് ചെറിയ കുറ്റിക്കാടുകൾ, ചെങ്കുത്തായ കയറ്റങ്ങൾ, പാറയിടുക്കുകൾ ഇവയെല്ലാം കടന്നായിരുന്നു ഞങ്ങളുടെ യാത്ര. ഈ യാത്ര ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ശിലകളാൽ നിർമ്മിക്കപ്പെട്ട കുടക്കല്ലുകൾ, തൊപ്പിക്കല്ലുകൾ, മുനിയറകൾ എന്നിവ വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ കണ്ടു. കുട പോലിരിക്കുന്നവ കുടക്കല്ല്, തൊപ്പി പോലുള്ളവ തൊപ്പിക്കല്ല്, ഗുഹ പോലുള്ളവ മുനിയറകൾ. നിരവധി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടവയാണിവ. ഈ ചരിത്രശേഷിപ്പുകളെ കുറിച്ച് ടീച്ചർ ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നു. ഇവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൃശൂർ പട്ടണത്തിലെ ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിലേക്ക് ഞങ്ങൾ യാത്രയായി. വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ കണ്ടതിന് സമാനമായ ശിലാസ്മാരകങ്ങളുടെ ശേഖരവും മാതൃകകളും അവയുടെ വിവരണവും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം ശിലാസ്മാരകങ്ങളിൽ നിന്നും ശേഖരിച്ച ഇരുമ്പായുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ, നാണയങ്ങൾ എല്ലാം ഞങ്ങളെ വിസ്മയിപ്പിച്ചു. അപ്പൊ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടതെന്ന് പറഞ്ഞത്? ശിലകളാൽ നിർമ്മിക്കപ്പെട്ട കുടക്കല്ലുകൾ, തൊപ്പിക്കല്ലുകൾ, മുനിയറകൾ അല്ലെ. കുട പോലിരിക്കുന്നവ കുടക്കല്ല്, തൊപ്പി പോലുള്ളവ തൊപ്പിക്കല്ല്, ഗുഹ പോലുള്ളവ മുനിയറകൾ കേട്ടോ. ഇനി അതിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഇരുമ്പായുധങ്ങളും ഉപകരണങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ, നാണയങ്ങൾ ഇതെല്ലാം അവർ കണ്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളും ഇത്തരത്തിലുള്ള പഠനയാത്രകൾ പോയിട്ടുണ്ടോ? അതിന്റെ അനുഭവം എഴുതി അവതരിപ്പിക്കാറുണ്ടോ? ഏതെല്ലാം ചരിത്രശേഷിപ്പുകളെ കുറിച്ചാണ് റിച്ചു തന്റെ യാത്രാനുഭവത്തിലൂടെ വിവരിക്കുന്നത്? കുടക്കല്ല്, അതുപോലെ പിന്നെ എന്തൊക്കെയാണ് നമുക്കറിയാം? തൊപ്പിക്കല്ല് അല്ലെ. തൊപ്പിക്കല്ല്, തൊപ്പിക്കല്ല്, അതുപോലെ മുനിയറകൾ. ഓക്കെ, അപ്പൊ ഈ ചരിത്ര ശേഷിപ്പുകളെ കുറിച്ചാണ് റിച്ചു ഇവിടെ പറയുന്നത് അല്ലെ. അടുത്ത ഹെഡിങ് ആണ് മഹാശിലായുഗം. ഓക്കെ, എന്താണ് മഹാശിലായുഗം? കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ തുടങ്ങിയവയാണ് മഹാശിലാ സ്മാരകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, വലിയ ശിലകൾ കൊണ്ടോ ശിലാപാളികൾ കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്നതിനാലാണ് ഇവയെ മഹാശിലാ സ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം മഹാശിലായുഗം എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഈ ഒരു കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകളൊക്കെ എന്താണ്? മഹാശിലാ സ്മാരകങ്ങളാണ് കേട്ടോ. ഇവ എന്തുകൊണ്ടാണ് മഹാശിലാ സ്മാരകങ്ങൾ എന്നറിയപ്പെടുന്നത്? വലിയ ശിലകൾ കൊണ്ടോ ശിലാപാളികൾ കൊണ്ടോ നിർമ്മിക്കപ്പെട്ടത് കൊണ്ടാണ് മഹാശിലാ സ്മാരകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം മഹാശിലായുഗം എന്ന് അറിയപ്പെടുന്നു. അപ്പൊ എന്താണ്? മഹാശിലായുഗം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മഹാശിലായുഗത്തിന്റെ തെളിവുകൾ ദക്ഷിണേന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും കാണപ്പെടുന്നുണ്ട്. അപ്പൊ എവിടെയൊക്കെയാണ് ദക്ഷിണേന്ത്യയിൽ? കേരളത്തിലെ മറയൂര്, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്, ഓക്കെ, ഇത്രയും പ്രദേശങ്ങളിലാണ് മഹാശിലായുഗത്തിന്റെ തെളിവുകൾ ഉള്ളത് കേട്ടോ. അപ്പൊ എവിടെയൊക്കെയാണ്? ദക്ഷിണേന്ത്യയിലെ മിക്ക ഭാഗങ്ങളിലുണ്ട്. അതുപോലെ കേരളത്തിലെ മറയൂര്, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട് എന്നീ സ്ഥലങ്ങളിൽ. എന്നാൽ തമിഴ്നാട്ടിലെ ആദിച്ചനെല്ലൂര്, കർണാടകയിലെ ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശിലെ നാഗാർജുന കൊണ്ട് കേട്ടോ. തമിഴ്നാട്ടിൽ എവിടെയാണ്? ആദിച്ചനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കർണാടകയിലെ ബ്രഹ്മഗിരിയിലാണ്. ആന്ധ്രാപ്രദേശിലെ നാഗാർജുന എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഈ പ്രദേശങ്ങളിലൊക്കെയാണ് ദക്ഷിണേന്ത്യയിൽ പ്രധാന മഹാശിലാ കേന്ദ്രങ്ങൾ. ഓക്കെ, അപ്പൊ എന്താണ് ഈ ദക്ഷിണേന്ത്യ നോക്കട്ടോ. ദക്ഷിണേന്ത്യയിലെ ഭൂപ്രദേശങ്ങൾ എവിടാണ്? ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടകം, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നിവയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവയും ഉൾപ്പെടുന്ന ഭാഗമാണ് ദക്ഷിണേന്ത്യ. അപ്പൊ ഇന്ത്യയിലെ തെക്കൻ സംസ്ഥാനങ്ങളായ 5 തെക്കൻ സംസ്ഥാനങ്ങളും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവയും ഉൾപ്പെടുന്ന ഭാഗമാണ് ദക്ഷിണേന്ത്യ. ഓക്കെ,
അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് ട്ടോ. ഈ ഒരു മഹാശിലാ കേന്ദ്രങ്ങൾ, ദക്ഷിണേന്ത്യയിലെ മഹാശിലാ കേന്ദ്രങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് ട്ടോ. ഇനി മഹാശിലാ സ്മാരകങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സ്മാരകങ്ങൾ തുപ്പിക്കല്ല്, മുനിയറ, കുടക്കല്ലൊക്കെ. അത് കൂടാതെ കല്ലറ, നാട്ടുകല്ല് ഇവയും കൂടെ എന്താണ് മഹാശിലാ സ്മാരകങ്ങളാണ് ട്ടോ. മഹാശിലാ സ്മാരകങ്ങളാണ്. ഇനി മഹാശിലാ സ്മാരകങ്ങൾ പ്രാചീന കാലത്തെ ശവസംസ്കാര രീതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. മൃത ശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാണ് ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിച്ചിരുന്നത്. അപ്പൊ മൃതശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യാനായിട്ടാണ് ഈ ഒരു ശിലാസ്മാരകങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് ഇരുമ്പായുധങ്ങൾ ധാരാളമായിട്ട് കണ്ടെത്തിയതിനാൽ ഈ ഒരു കാലഘട്ടത്തെ ഇരുമ്പുയുഗം എന്നും അറിയപ്പെടുന്നുണ്ട് ട്ടോ. അപ്പൊ മഹാശിലായുഗത്തെ ഇരുമ്പുയുഗം എന്നും അറിയപ്പെടുന്നുണ്ട്. ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അവർ ഉപയോഗിച്ച ആഭരണങ്ങൾ, ആയുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങൾ എന്നിവയും മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ദക്ഷിണേന്ത്യയിലെ മഹാശിലാ സ്മാരകങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന വർക്ക് ഷീറ്റ് പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ മറയൂരാണ് പ്രധാനമായിട്ടുള്ള ഒരു കേന്ദ്രം. തമിഴ്നാട് ആദിച്ചനല്ലൂരാണ്. ആന്ധ്രാപ്രദേശിലെ എവിടെയാണ് നാഗാർജുന കൊണ്ടയാണ്. കർണാടകത്തിലെ ബ്രഹ്മഗിരി. ഓക്കെ, ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലാ സ്മാരകങ്ങൾ കുടക്കല്ല്, തുപ്പിക്കല്ല്, മുനിയറകൾ, അതുപോലെ എന്താണ് കല്ലറയൊക്കെ ഉണ്ട് അല്ലെ. അതുപോലെ ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അടക്കം ചെയ്തിരുന്ന വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു നമ്മുടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആഭരണങ്ങൾ, ആയുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ കൊടുത്താണ്. അടുത്ത ഹെഡിങ് ആണ് ദക്ഷിണേന്ത്യയിലെ ഇരുമ്പ് യുഗം. ഇവിടെ എന്താണ് തമിഴ്നാട്ടിലെ ആദിച്ചനല്ലൂരിൽ നിന്നും കണ്ടെത്തിയ ഇരുമ്പായുധങ്ങളും ഉപകരണങ്ങളുടെയും ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇരുമ്പ് യുഗത്തിൽ ഉപയോഗിച്ചിരുന്ന വ്യത്യസ്ത ആകൃതിയിലും വലുപ്പത്തിലുമുള്ള ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച കത്തി, വാൾ, അരിവാൾ, കുന്തമുന, മുക്കാലിപീഠം, വിളക്കുകൾ മുതലായവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇരുമ്പിന്റെ ഉപയോഗം മഹാശിലായുഗത്തിലെ കാർഷിക പുരോഗതിക്ക് സഹായകമായി. ഭക്ഷണ ശേഖരത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്ക് പുരോഗമിച്ച ഒരു ജനതയുടെ നിർമ്മിതിയാണ് മഹാശിലാ സ്മാരകം. അപ്പോ അതായത് ഭക്ഷണ ശേഖരത്തിൽ നിന്നും പണ്ടത്തെ പ്രാചീന ജനത ഭക്ഷണം ശേഖരിച്ചെങ്ങാനെ ആയിരുന്നു അവരുടെ ഭക്ഷണം എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് എന്താണ് ഇരുമ്പിന്റെ കണ്ടുപിടുത്തത്തോടെ ഭക്ഷ്യോൽപ്പന്നങ്ങളൊക്കെ അവർ കൃഷി ചെയ്ത് ഉൽപാദനം തുടങ്ങി അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു എന്താണ് ഭക്ഷണ ശേഖരത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്ക് പുരോഗമിച്ച ഒരു ജനതയുടെ നിർമ്മിതിയാണ് മഹാശിലാ സ്മാരകം. ഓക്കെ, ഇനി ദക്ഷിണേന്ത്യയിലെ രാഷ്ട്ര രൂപീകരണത്തെ പറ്റിയാണ് പറയുന്നത്. അടുത്ത ഹെഡിങ് ദക്ഷിണേന്ത്യയിലെ രാഷ്ട്ര രൂപീകരണം. ദക്ഷിണേന്ത്യ നമ്മൾ പറഞ്ഞു ഇന്നത്തെ 5 സംസ്ഥാനങ്ങളിലായിട്ടായിരുന്നു ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു ഭാഗമാണ് കേട്ടോ പ്രാചീന തമിഴകം എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട 3 വിഭാഗങ്ങളായിരുന്നു ഇവിടെ എന്താണ് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ചേരര്, പാണ്ഡ്യര്, ചോളര് കേട്ടോ. ഇവരുടെ ഓരോരുടെയും തലസ്ഥാനം കൊടുത്തിട്ടുണ്ട്. ചേരരുത് വഞ്ചിയാണ്, എന്താണ് ചോളര് ഉറയൂരാണ്, അതുപോലെ പാണ്ഡ്യരുടേത് എന്താണ് മധുരയാണ് കേട്ടോ തലസ്ഥാനം. ഈ ഒരു ചിത്രം നിരീക്ഷിച്ചിട്ട് ഭൂപടത്തിൽ നിറം നൽകിയിരിക്കുന്ന പ്രദേശങ്ങൾ ഇന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്ന് കണ്ടെത്താൻ പറയുന്നുണ്ട്. കേരളം, തമിഴ്നാട്, അതുപോലെ തെലുങ്കാനൊക്കെ അല്ലെ. ഇനി എന്താണ് ഭൂപടത്തിൽ നിലനിൽക്കുന്ന ദക്ഷിണേന്ത്യൻ പ്രദേശം പ്രാചീന കാലത്ത് തമിഴകം എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. പ്രാചീന തമിഴകത്തെ കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ് പഴന്തമിഴ് പാട്ടുകൾ. പഴന്തമിഴ് പാട്ടുകളിൽ നിന്നായിരുന്നു പ്രാചീന തമിഴകത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് അതുപോലെ തന്നെ നാണയങ്ങളുണ്ട്, സഞ്ചാരക്കുറിപ്പുകൾ, ലിഖിതങ്ങൾ എന്നൊക്കെ കേട്ടോ. പ്രധാനമായിട്ടും പഴന്തമിഴ് പാട്ടുകളിൽ നിന്നായിരുന്നു കൂടുതലായിട്ടുള്ള വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നാണയങ്ങളും സഞ്ചാരക്കുറിപ്പുകളും ലിഖിതങ്ങളിൽ നിന്നൊക്കെ. ഓക്കെ, അപ്പൊ സംഘ സാഹിത്യത്തെ പറ്റിയിട്ടാണ് കേട്ടോ. യാതും ഊരേ യാവരും കേളിർ തീതും നന്റും പിറർത്തര വാര പുറനാനൂറിലെ വരികളാണ് കേട്ടോ. 2 വരികളാണ്. എന്താ അതിന്റെ അർത്ഥം? എല്ലാം നമ്മുടെ നാട് തന്നെയാണ്, എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്, തിന്മയോ നന്മയോ ഒന്നും തന്നെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതല്ല എന്നാണ് ഈ ഒരു സംഘസാഹിത്യ കൃതിയായ പുറനാനൂറിന്റെ ഈ വരികളുടെ അർത്ഥം കേട്ടോ. സംഘസാഹിത്യ കൃതിയായ പുറനാനൂറിലെ വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയായിരുന്നു സംഘങ്ങൾ. അപ്പൊ എന്താണ് മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ ഒരു കൂട്ടായ്മയാണ് സംഘങ്ങൾ. ഈ സംഘങ്ങൾ അന്നത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു. അതിനാൽ ഈ പാട്ടുകൾ സംഘം കൃതികൾ എന്നും ഈ കാലഘട്ടത്തെ സംഘകാലം എന്നും വിശേഷിപ്പിക്കുന്നു. അപ്പൊ പുറനാനൂർ പോലെ നിരവധി സാഹിത്യകൃതികൾ സംഘകാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയിലെ ചില പ്രധാന കൃതികളെ നമുക്ക് പരിചയപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സംഘ സാഹിത്യകൃതികൾക്ക് ഉദാഹരണമായിട്ടാണ് പുറനാനൂർ.
ഇനി ബാക്കിയുള്ള നോക്കാം. എന്താണ് ഈ സംഘം കൃതികൾ എന്ന് പറയുന്നത് നോക്കട്ടെ ആദ്യം. സംഘം കൃതികളെ പൊതുവെ അകംപാട്ടുകൾ എന്നും പുറംപാട്ടുകൾ എന്നും എന്താണ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും പരാമർശിക്കുന്നവയാണ് അകംപാട്ടുകള്. എന്നാൽ എന്താണ് സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായിട്ടൊരു ജീവിതത്തെ പരാമർശിക്കുന്ന പാട്ടുകളാണ് പുറംപാട്ടുകൾ കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സംഘം കൃതികളെ പറ്റിയാ പറയുന്നത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അകംപാട്ടുകള് പുറംപാട്ടുകള്. അകംപാട്ടുകൾ സാമൂഹ്യ ജീവിതത്തെയും കുടുംബജീവിതത്തെയും പരാമർശിക്കുന്നവയാണ്. എന്നാൽ പുറംപാട്ടുകൾ രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള ജീവിതത്തെ പരാമർശിക്കുന്നവയാണ്. ഓക്കെ. ഇനി പുറഞ്ഞാനൂറ് നമ്മൾ പറഞ്ഞു ഒരു സംഘ സാഹിത്യ കൃതിയാണെന്ന് പറഞ്ഞു. എന്താണ് നല്ലത് കൂടാതെ ഒരു കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന മറ്റു കൃതികളാണ് കുറുന്തൊകൈ, നറ്റിണை, അകനാനൂറ്, പതിറ്റുപത്ത്. കുറുന്തൊകൈ, നറ്റിണை, അകനാനൂറ്, പതിറ്റുപത്ത്. സംഘസാഹിത്യ കൃതികൾക്ക് പുറമെ പ്രാചീന തമിഴകത്തെ കുറിച്ച് വിവരം ലഭിക്കുന്ന മറ്റ് തമിഴ് സാഹിത്യ കൃതികളാണ് തിരുക്കുറല്, ചിലപ്പതികാരം, മണിമേഖല കേട്ടോ. ഏതൊക്കെയാണ്? തിരുക്കുറല്, ചിലപ്പതികാരം, മണിമേഖല. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. തിരുക്കുറൽ എന്താണ്? തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിൽ ഒന്നാണ് തിരുക്കുറല്. തിരുവള്ളുവരാണ് ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവ്. അപ്പൊ തിരുക്കുറൽ രചിച്ചത് തിരുവള്ളുവരാണ് കേട്ടോ. അടുത്തത് ചിലപ്പതികാരാണ്. കണ്ണകിയുടെയും കോവലന്റെയും കഥ പറയുന്ന ചിലപ്പതികാരത്തിന്റെ രചയിതാവ് ഇളങ്കോ അടികളാണ്. ഇളങ്കോ അടികളാണ്. മണിമേഖല കോവലന്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് മണിമേഖല. ചീത്തലൈ ചാത്തരാനാണ് മണിമേഖല രചിച്ചത്. ഇപ്പൊ മൂന്നും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. തിരുക്കുറൽ ആരാണ് രചിച്ചത്? തിരുവള്ളുവരാണ് കേട്ടോ. തിരുവള്ളുവരാണ്. ചിലപ്പതികാരം രചിച്ചത് ആരാണ്? ഇളങ്കോ അടികളാണ്. അത് കണ്ണകിയുടെയും കോവലന്റെയും കഥ പറയുന്ന ഒരു സാഹിത്യകൃതിയാണ് ചിലപ്പതികാരം. മണിമേഖല കോവലന്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് കേട്ടോ. അതാരാണ് രചിച്ചത്? ചീത്തലൈ ചാത്തനാറാണ്. എന്താണ്? ചീത്തലൈ ചാത്തനാണ് മണിമേഖല കൃതി രചിച്ചത് കേട്ടോ. ഏതൊക്കെയായിരുന്നു സംഘം കൃതികള്? സംഘം കൃതികൾ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ എന്താണ് മണിമേഖല, ചിലപ്പതികാരം, തിരുക്കുറൽ. സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തെ പറ്റിയാണ് പറയുന്നത്. സംഘം കൃതികൾ ഉൾപ്പെട്ട പഴന്തമിഴ് പാട്ടുകളിലെ പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സാമൂഹിക ജീവിതം, കൃഷി, കാലിമേയ്ക്കൽ, ഉപ്പുകുറുക്കൽ, വിഭവങ്ങളുടെ കൈമാറ്റം എന്നിവയെ കുറിച്ചെല്ലാം ഈ പാട്ടുകളിൽ പരാമർശമുണ്ട്. സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിലെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. സാമൂഹിക ജീവിതം എങ്ങനെയായിരുന്നു? തൊഴിലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സാമൂഹിക വിഭജനം നിലനിന്നിട്ടുണ്ടായിരുന്നു. തൊഴിലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമൂഹിക വിഭജനം. എന്നാൽ സാമൂഹികപരമായിട്ട് വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല. സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത സാമ്പത്തിക ജീവിതം എന്തായിരുന്നു? കൃഷിയായിരുന്നു പ്രധാന ഉപജീവന മാർഗം. കന്നുകാലി മേയ്ക്കല്, മീൻപിടുത്തം, വേട്ടയാടൽ എന്നിവ മറ്റു ഉപജീവന മാർഗങ്ങളായിരുന്നു. പിന്നെ വിദേശ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കുരുമുളകും മറ്റു സുഗന്ധ വ്യഞ്ജനങ്ങളുമായിരുന്നു പ്രധാനമായിട്ടും വിദേശികൾ വാങ്ങിയിരുന്നത്. ചെമ്പ്, വെള്ളി, സ്വർണം മുതലായവ ഇവരിലേക്ക് കൊണ്ടുവന്നു. ഇത്രയും കാര്യങ്ങൾ സാമൂഹിക ജീവിതവും സാമ്പത്തിക ജീവിതത്തെ പറ്റിയാ പറയുന്നത് കേട്ടോ. പ്രാചീന തമിഴകത്തിലെ ഇനി തിണകളാണ് ഇമ്പോർട്ടന്റ്. ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തിൽ 5 ഭൂവിഭാഗങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു. സംഘകൃതികളിൽ പരാമർശിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ 5 തിണകളെ പറ്റി. ഇവ ഐന്തിണകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഓരോ തിണയിലെയും ജനങ്ങളുടെ ജീവിത രീതിയും ഉപജീവനവും തിണകളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ അനുസരിച്ച് വ്യത്യസ്തമായിരുന്നു. 5 തിണകള് കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ കേട്ടോ. കുറിഞ്ചി കാടും മലയായിരുന്നു കേട്ടോ. കുറിഞ്ചി തിണയുടെ ഭൂമിശാസ്ത്ര വിശേഷത കാടും മലയുമായിരുന്നു. അടുത്ത ഉപജീവന മാർഗം വനവിഭവ ശേഖരവും അതുപോലെ വേട്ടയാടലും കേട്ടോ. അടുത്തത് മുല്ലൈ പുൽമേടുകളും കുറ്റിക്കാടുകളുമാണ്. കന്നുകാലി മേഖലായിരുന്നു ഉപജീവന മാർഗം. അടുത്തത് പാലയാണ്. വരണ്ട പ്രദേശം, കൊള്ളയും കവർച്ചയുമാണ് അവിടുത്തെ ഉപജീവന മാർഗമായി വരുന്നത്. മരുതം വയൽപ്രദേശം, അവിടെ കൃഷിയായിരുന്നു ഉപജീവന മാർഗം. നെയ്തൽ തീരപ്രദേശമാണ്. മീൻപിടുത്തം, ഉപ്പുകുറുക്കലായിരുന്നു ഉപജീവന മാർഗം. ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് തിണകൾ. ഓരോ തിണയിലും ഉൽപ്പാദിപ്പിച്ചിരുന്ന വിഭവങ്ങൾ മറ്റു തിണകളുമായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ഇത്തരം വിഭവ കൈമാറ്റം വ്യാപാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. ഈ വ്യാപാര കേന്ദ്രങ്ങൾ അങ്ങാടികൾ എന്ന് അറിയപ്പെട്ടു. അപ്പൊ ഒരു തിണയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മറ്റു തിണകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിഭവ കൈമാറ്റം പിന്നീട് വ്യാപാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. ഈ ഒരു വ്യാപാര കേന്ദ്രങ്ങളെ അങ്ങാടികൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. എന്താണ് അങ്ങാടികള്? പ്രാചീന തമിഴകത്തെ അങ്ങാടികളായിരുന്നു അല്ലലാവണവും നാളങ്ങാടിയും കേട്ടോ. അല്ലലാവണവും നാളങ്ങാടിയും. അല്ലലാവണം അന്തിച്ചന്തയായിരുന്നു. രാത്രിയുള്ള ചന്തയാണ് അല്ലലാവണം. നാളങ്ങാടി പകൽ ചന്തയായിരുന്നു കേട്ടോ. തിണകളിലെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഈ ഒരു അങ്ങാടികളിലൂടെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അടുത്തത് നമുക്ക് രാഷ്ട്രീയ വ്യവസ്ഥ ആണ് നോക്കാനുള്ളത് കേട്ടോ.
പ്രാചീന തമിഴകത്തിൽ ഭരണം നടത്തുന്ന ആരൊക്കെയാണെന്ന് ഭൂപടം നോക്കി കണ്ടെത്താനാണ് നമ്മൾ പറയാം ചേരര്, ചോളര് അല്ലെ, ചോളര്, പാണ്ഡ്യര് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ. പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന ചേര ചോള പാണ്ഡ്യ ഭരണാധികാരികളെ ഒന്നായി മൂവേന്ദർ അഥവാ മൂവരശർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തമിഴകത്തിൽ നിരവധി ഭരണകൂടങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും മൂവേന്ദർക്കായിരുന്നു അധികാര പരിധി ഉണ്ടായിരുന്നത്. ഈ രാജാക്കന്മാരെ കോൻ, കടുങ്കോ എന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്, പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന ചേര ചോള പാണ്ഡ്യ ഭരണാധികാരികളെ ഒന്നായിട്ട് മൂവേന്ദർ അഥവാ മൂവരശർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തമിഴകത്തിൽ നിരവധി ഭരണകൂടങ്ങൾ നിലനിന്നിരുന്നുണ്ടായിരുന്നെങ്കിലും എന്താണ് ഈ ഒരു മൂവേന്ദർക്കായിരുന്നു പദവി കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഈ രാജാക്കന്മാരെ കോൻ, കടുങ്കോ എന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു മുഗൾ തന്ത്രമുള്ള ഭൂപടം നിരീക്ഷിച്ച് മൂവേന്ദന്മാരും അവരുടെ തലസ്ഥാനവും പട്ടികപ്പെടുത്താൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ മൂവേന്ദരുടെ തലസ്ഥാനം എവിടെയൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂവേന്ദന്മാർ ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാരാണ് അല്ലെ. അപ്പൊ ചേരരുടെ തലസ്ഥാനം എവിടെയായിരുന്നു? ചേരരുടെ തലസ്ഥാനം വഞ്ചി ആയിരുന്നു. ചേരരുടെ തലസ്ഥാനമായിട്ട് നമ്മൾ പറഞ്ഞത് വഞ്ചി. ഇനി പാണ്ഡ്യരുടെ തലസ്ഥാനം എവിടെയായിരുന്നു? പാണ്ഡ്യരുടെ തലസ്ഥാനം മധുരൈ അല്ലെ, മധുരൈ. ഇനി നമ്മൾ പറഞ്ഞു ചോളരില്ലേ, ചോളരുടെ തലസ്ഥാനം എവിടെയായിരുന്നു? ചോളര് ഉറയൂരല്ലായിരുന്നു, ഉറയൂർ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, മൂവേന്ദന്മാരുടെ തലസ്ഥാനങ്ങള്. ഇനി സംഘകാലത്തിന് ശേഷം ചേരരുടെ നിയന്ത്രണത്തിന് കീഴിലായ പ്രദേശങ്ങൾ പിൽക്കാലത്ത് പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായി. അപ്പൊ സംഘകാലത്തിന് ശേഷം സംഘകാലഘട്ടത്തില്, അതായത് ഈ ഒരു മൂവേന്ദന്മാരുടെ ഭരണമൊക്കെ അവസാനിച്ചതിന് ശേഷം ചേരരുടെ നിയന്ത്രണത്തിന് കീഴിലുള്ള പ്രദേശങ്ങൾ പിൽക്കാലത്ത് പിന്നെ പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിട്ടോ. പെരുമാക്കളാണ് പിന്നീട് ഭരണത്തില് വന്നത്. മഹോദയപുരത്തെ പെരുമാക്കള് C9 നൂറ്റാണ്ടിൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം അല്ലെങ്കിൽ മഗോദയ എന്ന് പറയും. പണ്ട് മഗോദി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. മഗോദി കേന്ദ്രമാക്കി പെരുമാൾ ഭരണം സ്ഥാപിക്കപ്പെട്ടു. ഓക്കെ. പെരുമാക്കൾ പിൽക്കാല ചേരർ എന്ന് അറിയപ്പെട്ടു. പെരുമാക്കള് പിൽക്കാല ചേരർ എന്നറിയപ്പെട്ടു. അതായത് ചേരരുടെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളാണ് പിന്നീട് പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായത്. അതുകൊണ്ട് തന്നെ പിൽക്കാല ചേരർ എന്ന് പെരുമാക്കൾ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ രാജാക്കന്മാർ പെരുമാള്, ചേരന്മാൻ, കുലശേഖര എന്നിവയുള്ള സ്ഥാനപ്പേരുകൾ സ്വീകരിച്ചിരുന്നു. ഏതൊക്കെയാണ്? പെരുമാള്, ചേരമാൻ, കുലശേഖര. മഹോദയപുരം ബോക്സ് കൊടുത്തിട്ടുള്ളതാണ്. C9 നൂറ്റാണ്ട് മുതൽ 12 നൂറ്റാണ്ട് വരെ, 9 നൂറ്റാണ്ട് മുതൽ 12 നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ഭരണം നടത്തിയിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു മഹോദയപുരം. ഓക്കെ. വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രമുഖ കേന്ദ്രം എന്ന നിലയിൽ ദക്ഷിണേന്ത്യയിലെങ്ങും പ്രസിദ്ധമായിരുന്നു മഹോദയപുരം. രാമരാജശേഖരൻ, സ്ഥാണുരവി, ഇന്ദുക്കോത, ഭാസ്കര രവി എന്നിവർ ഇവിടുത്തെ പ്രധാന ഭരണാധികാരികളായിരുന്നു. അപ്പൊ എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? C9 നൂറ്റാണ്ട് മുതൽ 12 നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ഭരണം നടത്തിയിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനം മഹോദയപുരമാണ്. വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രമുഖ കേന്ദ്രം എന്ന നിലയിൽ ദക്ഷിണേന്ത്യയിൽ എങ്ങും പ്രസിദ്ധമായിരുന്നു മഹോദയപുരം. രാമരാജശേഖരൻ, സ്ഥാണുരവി, ഇന്ദുക്കോത, ഭാസ്കര രവി എന്നിവർ ഇവിടുത്തെ പ്രധാന ഭരണാധികാരികളായിരുന്നു. പെരുമാൾ ഭരണം. പെരുമാൾ ഭരണകാലത്ത് രാജ്യത്തെ വിവിധ നാടുകളായി തിരിച്ചിരുന്നു. നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായും വിഭജിച്ചിരുന്നു. നാടുകളുടെ ഭരണം നാടുവാഴികളും ദേശങ്ങളുടെ ഭരണം ദേശവാഴികളുമാണ് നിർവഹിച്ചിരുന്നത്. ദേശവാഴികൾ ജനകീയ സ്വഭാവമുള്ള ദേശക്കൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു ഭരിച്ചിരുന്നത്. കരകളുടെ ഭരണം നിർവഹിച്ചിരുന്നത് പഞ്ചായത്തുകളായിരുന്നു. ഭരണതലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം പെരുമാളിനായിരുന്നു. എന്തൊക്കെ പറഞ്ഞ പെരുമാൾ ഭരണം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്? പെരുമാൾ ഭരണകാലത്ത് രാജ്യത്തെ വിവിധ നാടുകളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. നാടുകളെ ഭരിച്ചിട്ടുള്ളത് നാടുകളെ പിന്നീട് ദേശങ്ങളായിട്ടും കരകളായിട്ടും വിഭജിച്ചിട്ടുണ്ടായിരുന്നു. നാടുകളുടെ ഭരണം നാടുവാഴികളും ദേശങ്ങളുടെ ഭരണം ദേശവാഴികളും, അതുപോലെ പിന്നെന്താണ് നമ്മുടെ ഈ കരകളുടെ ഭരണം പഞ്ചായത്തുകളുമായിരുന്നു കേട്ടോ. അതിവിടെ ഫില്ല് ചെയ്യാനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നാടുകൾ നാടുവാഴിയാണ്, ദേശങ്ങൾ ദേശവാഴി, കരകൾ ആരായിരുന്നു? പഞ്ചായത്തുകൾ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാജ്യം പെരുമാൾ. കൂടുതൽ അധികാരം ഇവിടെ ആർക്കായിരുന്നു? പെരുമാളിനാണ് കേട്ടോ. പെരുമാളിനായിരുന്നു അധികാരം ഉണ്ടായിരുന്നത്. ഓക്കെ. ഇനി സാമ്പത്തിക പുരോഗതിയെ പറ്റി പറഞ്ഞു. ശക്തമായ ഒരു സാമ്പത്തിക അടിത്തറ പെരുമാൾ ഭരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ.
അപ്പൊ കൃഷിയോടൊപ്പം വാണിജ്യവും അക്കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. വിദേശ രാജ്യങ്ങളുമായുള്ള സുഗന്ധിവ്യഞ്ജന വ്യാപാരവും തുറമുഖങ്ങൾ വഴി ലഭിച്ചിരുന്ന ചുങ്കവും അതായത് നികുതിയും പെരുമാൾ രാജ്യത്തിന്റെ സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമായി. അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ ആകമാനം നിലവിലുണ്ടായിരുന്ന അഞ്ചുവണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ തുടങ്ങിയ കച്ചവട സംഘങ്ങളുടെ വാണിജ്യ പ്രവർത്തനം ഈ മേഖലയുടെ സാമ്പത്തിക പുരോഗതിക്ക് സഹായകമായി. ഈ ഒരു അഞ്ചുവണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ ഈ ഒരു കച്ചവട സംഘമൊക്കെ ഏത് കാലഘട്ടത്തിലാണ്? പെരുമാൾ കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഇവരുടെയൊക്കെ വാണിജ്യ പ്രവർത്തനം ഈ മേഖലയുടെ സാമ്പത്തിക പുരോഗതിക്ക് സഹായകമായി. ശക്തമായ ഒരു സാമ്പത്തിക അടിത്തറ പെരുമാൾ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. സാംസ്കാരിക ജീവിതം പെരുമാൾ ഭരണകാലത്ത് സാംസ്കാരിക രംഗത്തും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി. എന്തൊക്കെ മാറ്റങ്ങളാണ്? കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിന്റെ പ്രധാന സ്ഥാപനമായിട്ട് മാറി. ജനനം മുതൽ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തരും പരമ്പരാഗതമായി ചെയ്തു വന്നതിനാൽ ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു. വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം എന്നിങ്ങനെ വിവിധ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ചു. അനുഷ്ഠാന കലകൾ കൂത്തും കൂടിയാട്ടവും ഈ കാലയളവിൽ വികാസം പ്രാപിച്ചവയാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇപ്പൊ കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിന്റെ പ്രധാന സ്ഥാപനമായിട്ട് മാറി. ജനനം മുതൽ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തരും പരമ്പരാഗതമായി ചെയ്തു വന്നതിനാൽ ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു. ജാതി വ്യവസ്ഥ രൂപപ്പെട്ടത് പെരുമാൾ ഭരണകാലത്താണ്. പെരുമാൾ ഭരണകാലത്താണ്. പിന്നെ വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം തുടങ്ങിയ കലാ കലാ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ വികാസം പ്രാപിച്ചു. അതായത് ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചിട്ടോ. പിന്നെ അനുഷ്ഠാന കലകളായ കൂത്തും കൂടിയാട്ടവും ഈ കാലയളവിൽ വികാസം പ്രാപിച്ചു. വേണം കൂത്തും കൂടിയാട്ടവും ആരംഭിച്ചത് പെരുമാൾ ഭരണകാലത്താട്ടോ. കൂത്തും കൂടിയാട്ടത്തിനൊക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. 12ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ പെരുമാക്കന്മാരുടെ ഭരണം ശിഥിലമായി. 12ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ പെരുമാക്കന്മാരുടെ ഭരണം അവസാനിക്കുക ചെയ്തത്. അതോടെ അവരുടെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളുടെ രാഷ്ട്രീയ ഐക്യം നഷ്ടപ്പെട്ടു. തുടർന്ന് പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന പല നാടുകളും സ്വതന്ത്രമായി. ഓക്കെ, 12ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ പെരുമാക്കന്മാരുടെ ഭരണം അവസാനിച്ചു. ഓക്കെ, അടുത്തത് നാടുവായി സ്വരൂപങ്ങളാണ് കേട്ടോ. പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന നാടുകൾ പിൽക്കാലത്ത് നാടുവായികളുടെ കീഴിൽ നാടുവായി സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു. ഓക്കെ, മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് നിലനിന്നിരുന്ന സ്വയംഭരണ പ്രദേശങ്ങളായിരുന്നു സ്വരൂപങ്ങൾ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്വരൂപങ്ങൾ ഏത് സമ്പ്രദായമായിരുന്നു? മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു പിന്തുടർന്നിട്ടുണ്ടായിരുന്നത്. എന്താ മരുമക്കത്തായ സമ്പ്രദായം? മക്കത്തായവും മരുമക്കത്തായവും ഇത് നോക്കട്ടെ ആദ്യം. പണ്ടുകാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന പിന്തുടർച്ചാവകാശ രീതികളാണ് മക്കത്തായും മരുമക്കത്തായും. പിന്തുടർച്ചാവകാശം പിതാവിൽ നിന്ന് മക്കളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയായിരുന്നു മക്കത്തായം. എന്നാൽ പിന്തുടർച്ചാവകാശം സഹോദരിയുടെ പുത്രന്മാർക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയായിരുന്നു മരുമക്കത്തായം. അപ്പൊ സഹോദരിയുടെ മക്കൾക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് മരുമക്കത്തായം. അപ്പൊ ഈ ഒരു മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് നിലനിന്നിരുന്ന ഒരു സ്വയംഭരണ പ്രദേശങ്ങളായിരുന്നു സ്വരൂപങ്ങൾ കേട്ടോ. മരുമക്കത്തായത്തെ അടിസ്ഥാനമാക്കിയ കൂട്ടുകുടുംബങ്ങളായിരുന്നു സ്വരൂപങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. നാടുവായി സ്വരൂപങ്ങളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു കോലത്തുനാട്, നെടിയിരുപ്പ്, പെരുമ്പടപ്പ്, തൃപ്പാപ്പൂർ എന്നിവ. അപ്പൊ കോലത്തുനാട് കണ്ണൂരാണ്. കണ്ണൂർ ആസ്ഥാനമാക്കി. നെടിയിരുപ്പ് കോഴിക്കോട്, പെരുമ്പടപ്പ് കൊച്ചി, തൃപ്പാപ്പൂര് വേണാണ് കേട്ടോ. അപ്പൊ നാടുവായി ഭരണത്തിന്റെ വ്യാപനത്തോടെ ജന്മി സമ്പ്രദായം വ്യാപകമായി. മധ്യകാല കേരളത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥകളെ നിയന്ത്രിച്ചിരുന്ന സംവിധാനമായിരുന്നു ജന്മി സമ്പ്രദായം. ജന്മി സമ്പ്രദായത്തിന്റെ വ്യാപനത്തിന് ഫലമായി നാടുവായി സ്വരൂപങ്ങൾ ഉയർന്നു വന്നത്. ജന്മി സമ്പ്രദായത്തിന്റെ വ്യാപനത്തോടെയാണ് നാടുവായി സ്വരൂപങ്ങൾ ഉയർന്നു വന്നത്. പ്രധാനപ്പെട്ട സ്വരൂപങ്ങളാണ് കേരളത്തിലെ കോലത്തുനാട്, നെടിയിരുപ്പ്, നെരുമ്പടപ്പ്, തൃപ്പാപ്പൂർ കേട്ടോ. കോലത്തുനാട് നമ്മൾ പറഞ്ഞു കണ്ണൂരാണ് അല്ലെ. കണ്ണൂരായിരുന്നു. നെടിയിരുപ്പ് കോഴിക്കോടാണ്. കോഴിക്കോട്. പെരുമ്പടപ്പ് കൊച്ചിയിലെ കൊച്ചി ആസ്ഥാനമാക്കിയിട്ടായിരുന്നു. തൃപ്പാപ്പൂര് എന്താണ്? തിരുവിതാംകൂർ. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മധ്യകാല കേരളത്തിലെ നാടുകളുടെ ഒരു പിന്നെന്താണ് ഇവിടെ ഒരു മാപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ ഒന്ന് പാസ്സാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് എന്താണ് നോട്ട് ചെയ്ത് പോകട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെയാണ് എന്താണ് പ്രധാന നാടുവായി സ്വരൂപങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രധാന നാടുവായി സ്വരൂപങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടാം. കോലത്തുനാട് സ്വരൂപം ഉണ്ട് അല്ലെ. ഒന്നാമത്തെ നോക്കാം. കോലത്തുനാട് സ്വരൂപത്തെ പറ്റി എന്താ പറഞ്ഞത്? കണ്ണൂർ കേന്ദ്രമാക്കിയിട്ടുള്ളതായിരുന്നു ഭരണം കേട്ടോ. കണ്ണൂർ നമ്മൾ പറഞ്ഞു ഭരണാധികാരി കോലത്തിരി എന്നറിയപ്പെട്ടു. കോലത്തുനാട് സ്വരൂപത്തിൽ ഭരിച്ചിട്ടുണ്ടായിരുന്നത് കോലത്തിരിയാണ് കേട്ടോ. ഇനി നെടിയിരുപ്പ് സ്വരൂപമാണ് അടുത്തത്. കോഴിക്കോട് കേന്ദ്രമാക്കിയായിരുന്നു നെടിയിരുപ്പ് സ്വരൂപത്തിലെ ഭരണം. ഭരണാധികാരി സാമൂതിരി എന്ന് അറിയപ്പെട്ടു കേട്ടോ. സാമൂതിരി. ഓക്കെ, മാമാങ്കത്തിന് രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടെ സാമൂതിരിയുടെ പ്രശസ്തി വർദ്ധിച്ചു. ഓക്കെ,
അടുത്തത് പെരുമ്പടപ്പ് സ്വരൂപാണ്. കൊടുങ്ങല്ലൂർ പ്രദേശമാണ് പെരുമ്പടപ്പ് സ്വരൂപമായിട്ട് മാറിയത്. പിൽക്കാലത്ത് കൊച്ചി രാജവംശം എന്ന പേരിൽ അറിയപ്പെട്ടു. പെരുമ്പടപ്പ് സ്വരൂപം പിൽക്കാലത്ത് കൊച്ചി രാജവംശം എന്ന് അറിയപ്പെട്ടു. അടുത്ത തൃപ്പാപ്പൂർ സ്വരൂപാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന സ്വരൂപാണ്. പിന്നീട് തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായിട്ട് പരിണമിച്ചു. അപ്പൊ വേണാട് തിരുവിതാംകൂർ എന്ന ശക്തമായ ഒരു നാട്ടുരാജ്യമായി വികാസം പ്രാപിച്ചത് അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തായിരുന്നു. ഓക്കെ, അപ്പൊ വേണാട് തിരുവിതാംകൂർ എന്ന ശക്തമായ ഒരു നാട്ടുരാജ്യമായിട്ട് മാറിയത് എന്നായിരുന്നു? അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തായിരുന്നു. അടുത്തത് ശക്തൻ തമ്പുരാനാണ് പെരുമ്പടപ്പ് സ്വരൂപത്തെ കൊച്ചി രാജ്യമാക്കി മാറ്റിയത്. രണ്ടു കാര്യങ്ങളും പഠിക്കാനുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് വേണാടിനെ തിരുവിതാംകൂർ ആക്കിയ വലിയൊരു നാട്ടുരാജ്യമായിട്ട് മാറ്റിയത്. അതുപോലെ ശക്തൻ തമ്പുരാനാണ് പെരുമ്പടപ്പ് സ്വരൂപത്തെ കൊച്ചി രാജ്യമാക്കി മാറ്റിയത്. മാർത്താണ്ഡവർമ്മയുടെയും ശക്തൻ തമ്പുരാന്റെയും ചില പരിഷ്കാരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നായിട്ട് മാമാങ്കം എന്താണെന്ന് നമുക്ക് നോക്കട്ടോ. നേരത്തെ നമ്മള് കോലത്ത് അല്ല എന്താണ് നെടിയിരിപ്പ് സ്വരൂപം പറഞ്ഞപ്പോ, കോഴിക്കോട് നെടിയിരിപ്പ് സ്വരൂപം പറഞ്ഞപ്പോ നമ്മൾ മാമാങ്കത്തെ പറ്റി പറഞ്ഞില്ലേ, സാമൂതിരിയെ പറ്റി പറഞ്ഞപ്പോ അതെന്താ, ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായിൽ 12 വർഷത്തിലൊരിക്കൽ കൊണ്ടാടിയിരുന്ന ഒരു ഉത്സവമാണ് മാമാങ്കം. വള്ളുവനാട്ടിലെ ഭരണാധികാരിയായിരുന്ന വള്ളുവ കോനാതിരിയിൽ നിന്നും മാമാങ്കത്തിന്റെ രക്ഷാഭിച്ച സ്ഥാനം പിൽക്കാലത്ത് സാമൂതിരി പിടിച്ചെടുത്തു. അപ്പൊ ഭാരതപ്പുഴയുടെ തീരത്താണ് നടക്കുന്നത്. 12 വർഷത്തിൽ ഒരിക്കലാണ് നടക്കുന്ന ഒരു ഉത്സവമാണ്. അപ്പൊ ഇത് ആദ്യം വള്ളുവനാട്ടിലെ ഭരണാധികാരിയായിരുന്ന വള്ളുവ കോനാതിരിയായിരുന്നു. പിന്നീട് എന്താണ്, നമ്മുടെ സാമൂതിരി ആ ഒരു സ്ഥാനം, രക്ഷാഭിച്ച സ്ഥാനം അവരിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെയും ശക്തൻ തമ്പുരാന്റെയും ഭരണപരിഷ്കാരങ്ങൾ നോക്കാം. അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ ഭൂപ്രമാണിമാരെ 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തു. രാജ്യത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. തൃപ്പടിദാനം നടത്തി. തൃപ്പടിദാനം നമുക്ക് നോക്കണം കേട്ടോ. ഇനി ശക്തൻ തമ്പുരാൻ നാടുവാഴികളെ അമർച്ച ചെയ്തു. വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചു. ഇപ്പൊ തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചതാരാണ്? ശക്തൻ തമ്പുരാനാണ് കേട്ടോ. ഇനി തൃപ്പടിദാനം എന്താന്ന് നോക്കാം. 1950 ജനുവരി 3-ാം തീയതി 1950 ജനുവരി 3-ാം തീയതിയാണ് അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത്. തിരുവിതാംകൂറിലെ കുലദൈവമായിരുന്ന ശ്രീ പത്മനാഭന് തന്റെ അധികാരത്തിന്റെ അടയാളമായ ഉടവാൾ അടിയറ വെച്ച് അദ്ദേഹം പത്മനാഭദാസനായി മാറിയതാണ് തൃപ്പടിദാനം. അപ്പം എന്താ തൃപ്പടിദാനം എന്നൊന്നുകൂടി നോക്കാം. തിരുവിതാംകൂറിന്റെ കുലദൈവമായിരുന്ന ശ്രീ പത്മനാഭന്റെ തന്റെ അധികാരത്തിന്റെ അടയാളമായ ഉടവാൾ അടിയറ വെച്ച് അദ്ദേഹം പത്മനാഭദാസനായി മാറി. ഇതിനെയാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത് കേട്ടോ. അതിരുകവിഞ്ഞ ഭൂപ്രഭുത്വ ഭീഷണിയെ നേരിടുന്നതിന് വേണ്ടി മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണത്തിൽ വരുത്തിയ മാറ്റത്തിന്റെ ഭാഗമായിരുന്നു ഇത്. അപ്പൊ ഈ ഒരു ഡേറ്റ് നോട്ട് 1950 ജനുവരി 3-നാണ് തൃപ്പടിദാനം. പ്രാചീന തമിഴകത്തിന്റെ ഭാഗമായിരുന്ന കേരളം പെരുമാക്കന്മാരുടെ ഭരണത്തോടെ ഒരു പ്രത്യേക രാഷ്ട്രീയ മേഖലയായിട്ട് രൂപപ്പെട്ടു. എന്നാൽ പെരുമാൾ ഭരണത്തിന്റെ തകർച്ച ആ രാഷ്ട്രീയ ഐക്യത്തെ ശിഥിലമാക്കി. സ്വതന്ത്ര സ്വയംഭരണ പ്രദേശങ്ങളായ നാടുവാഴി സ്വരൂപങ്ങൾ രൂപപ്പെട്ടത് മധ്യകാല കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളെ മാറ്റിമറിച്ചു. പിൽക്കാലത്ത് ഈ നാടുവാഴി സ്വരൂപങ്ങളിൽ നിന്ന് രൂപപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കപ്പെട്ടാണ് ഇന്നത്തെ കേരളം രൂപീകൃതമായത്. അപ്പൊ പ്രാചീന തമിഴകത്തിന്റെ ഭാഗമായിരുന്ന കേരളം പിന്നീട് എന്താ, പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായി അല്ലെ. പിന്നീട് പെരുമാക്കന്മാരുടെ ഭരണം അവസാനിച്ചതോടെ എന്താണ് ഒരു ഭരണത്തിന്റെ തകർച്ച രാഷ്ട്രീയ ഐക്യത്തെ ശിഥിലമാക്കി. സ്വതന്ത്ര സ്വയംഭരണ പ്രദേശങ്ങളായി നാടുവാഴി സ്വരൂപങ്ങൾ രൂപപ്പെട്ടത് മധ്യകാല കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളെ മാറ്റിമറിച്ചു അല്ലെ. ജന്മിത്ത സമ്പ്രദായമൊക്കെ രൂപപ്പെട്ടു. ഈ ഒരു നാടുവാഴി സ്വരൂപങ്ങൾ രൂപപ്പെട്ടതോടെ ജന്മിത്ത സമ്പ്രദായം രൂപപ്പെട്ടു. പിന്നീട് ഈ നാടുവാഴി സ്വരൂപങ്ങളിൽ നിന്ന് രൂപപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കപ്പെട്ടാണ് ഇന്നത്തെ കേരളം രൂപീകൃതമായത്. അപ്പൊ എത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഉള്ളത് കേട്ടോ. അപ്പൊ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണം കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.